നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കൗണ്ട് ഡൗൺ തുടരവേ തൃശൂർ ജില്ലയിലെ ശ്രദ്ധേയ മണ്ഡലമായ കൊടുങ്ങല്ലൂരിൽ രാഷ്ട്രീയാവേശം മുറുകുകയാണ്. LDFന്റെ കരുത്തുറ്റ കോട്ട നിലനിർത്താൻ VR സുനിൽകുമാർ വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പുത്തൻ മുഖങ്ങളുമായി UDFും NDAയും രംഗത്തുണ്ട്. നിലവിലെ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറിനെ തന്നെ വീണ്ടും കളത്തിലിറക്കി മണ്ഡലം നിലനിർത്താമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. 2021 23,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയ സുനിൽകുമാർ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനകീയ മുഖവുമാണ് CPIയുടെയും ഇടതുമുന്നണികളുടെയും പ്രധാന തുറുപ്പുചീട്ടുകൾ. VK രാജന്റെ പിൻഗാമിയായി എത്തിയ സുനിൽകുമാറിന് മണ്ഡലത്തിലെ വ്യക്തിപരമായ സ്വാധീനവും അനുകൂല ഘടകമാണ്. കഴിഞ്ഞ തവണ കൈവിട്ട വിജയം തിരിച്ചുപിടിക്കാൻ യുവനേതാവ് OJ ജനീഷിനെയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് അണികൾക്കിടയിലുള്ള OJ ജനീഷിന്റെ സ്വാധീനവും ഭരണവിരുദ്ധ വികാരവും വോട്ടായി മാറുമെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. മണ്ഡലത്തിലെ പഴയകാല UDF ആധിപത്യം വീണ്ടെടുക്കാനുള്ള ഊർജിതമായ പ്രചാരണത്തിലാണ് ഇവർ. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയുമായി NDA ഇത്തവണ 2020 നേതാവ് ഡോക്ടർ വർഗീസ് ജോർജിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ കൂടിയായ വർഗീസ് ജോർജ് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയും മാള, അന്നമനട, കുഴൂർ തുടങ്ങി 7ഓളം പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഇത്തവണ ആര് മേൽക്കൈ നേടുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ.